ഹലോ ഫ്രണ്ട്സ്, കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ച്. VFX അനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന ഒരാൾക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറാണ് വേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ഏത് ലാപ്ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. അപ്പം അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ചുമ്മാ ഒരു സോഫ്റ്റ്വെയർ, ഏതെങ്കിലും സിമ്പിൾ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ഒരു മെഷീൻ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്ക് റെൻഡറിങ് ആണോ പർപ്പസ്, അല്ല എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് ആലോചിച്ചതിന് ശേഷം വേണം എടുക്കാൻ. കാരണം നിങ്ങൾ ഇന്ന് ഗ്രാഫിക് ഡിസൈനിങ് ആയിരിക്കും പഠിക്കുന്നത്, പക്ഷേ എന്താണ് നാളെ നിങ്ങൾ ചിലപ്പോൾ വേറെ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പം പഠിക്കാം. അപ്പം ആ ഒരു മുൻവിധിയോട് കൂടി ഒരു നല്ല കമ്പ്യൂട്ടർ തന്നെ എടുക്കണമെന്നാണ്, അല്ലെങ്കിൽ ഒരു ലാപ്പ് തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ലാപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല കോൺഫിഗറേഷൻ എടുക്കണം. അതുപോലെ തന്നെ റാമും SSDയും എല്ലാം നല്ല കോൺഫിഗറേഷനുള്ളത് നോക്കി തന്നെ എടുക്കുക. അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിൻ്റെ കമ്പ്യൂട്ടർ കോൺഫിഗറേഷനും മെമ്മറിയും എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം മെമ്മറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 16 GB റാമെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എടുക്കേണ്ടതാണ്. അത് കൂടാഞ്ഞിട്ട് അതിൻ്റെ സ്ലോട്ട്, അഥവാ നമ്മൾ നാളെ റാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോട്ടും കൂടെ അതിലെത്ര സ്ലോട്ട് ഇടാം എന്നുള്ള അത് മദർ ബോർഡിലും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണെന്ന്. അപ്പം അതിന് അനുസൃതമായിട്ട് ഉള്ള സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാം റാമിൻ്റെ അകത്തുള്ള ഡേറ്റാസ് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നതാണ്. അപ്പോൾ നമ്മൾ റാമിനും SSDക്കും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ തന്നെ ഉള്ള മദർ ബോർഡ് തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 70,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 80,000 രൂപയ്ക്കൊക്കെ നമുക്കൊരു നല്ല രീതിയിലുള്ള കോൺഫിഗറേഷനുള്ള നമ്മൾ അത്യാവശ്യം റൺ ചെയ്യുന്ന, എന്നാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കിടക്കത്തക്ക രീതിയിലുള്ള സിസ്റ്റം നമുക്ക് കിട്ടും. പിന്നെ എന്തായാലും SSD ആയിരിക്കണം. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് SSDയിലാണ്. അപ്പോൾ അത് നല്ല സ്പീഡായിട്ട് റൺ ചെയ്താൽ മാത്രമേ നമ്മൾ സോഫ്റ്റ്വെയർ സ്പീഡായിട്ട് റൺ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കോംപ്ലക്സിറ്റി ഉള്ള, അത് താങ്ങുന്ന തരത്തിലുള്ള സിസ്റ്റം തന്നെ നമ്മൾ വാങ്ങിക്കുക. അപ്പം മെമ്മറിയായി അടുത്തത് നമ്മൾ ഗ്രാഫിക്സ് കാർഡ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 16 GB എങ്കിലും ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്പീഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ റിയൽ ടൈം റെൻഡറിങ് ആണ്. മായയിൽ പോലും റിയൽ ടൈം റെൻഡറിങ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിയൽ ടൈം റെൻഡറിങ് വരെ വന്ന സ്ഥിതിക്ക് ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ SSD വിത്ത് നല്ലൊരു മെമ്മറി കാർഡ്, അത് നമുക്ക് സ്ലോട്ട് വേണം. അതുപോലെ ഗ്രാഫിക്സ് കാർഡും ഉള്ള രീതിയിലുള്ള കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങിക്കുക, ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ ലാപ്ടോപ്പിനെക്കാട്ടിയും ചൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ലാപ്ടോപ്പിൻ്റെ ആയുസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മാക്സിമം ഒരു 4 years കഴിയുമ്പോൾ ലാപ്ടോപ്പിന് നോർമലി, അല്ലെങ്കിൽ അത്രയും ഹൈ കോൺഫിഗറേഷൻ 1.5-2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ കമ്പനീസും പോയി ചെക്ക് ചെയ്തിട്ട് ഒരിടത്ത് മാത്രം പോയി വില ചോദിച്ചിട്ട് വാങ്ങിക്കാതെ എല്ലാ സ്ഥലവും പോയി ചെക്ക് ചെയ്യുക. അതേപോലെ ആമസോണിൽ ചെക്ക് ചെയ്യുക. എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങത്തക്ക രീതിയിൽ അത്യാവശ്യം ഒരു 80 to 70 രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ സ്വന്തമാക്കുക. അതിപ്പോൾ ഫോട്ടോഷോപ്പ് പോലും അതിൻ്റെ അകത്ത് പോലും AI വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള AI ഒക്കെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അധികം മെമ്മറിയും അധികം SSDയും മീൻസ് അധികം ഗ്രാഫിക്സ് കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതലായിട്ട് സിസ്റ്റം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ VFXൻ്റെ കാര്യം പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര ഹൈ എൻഡ് സംഭവം വേണം ഈ ന്യൂക്കൊക്കെ ഓടാനെന്നുണ്ടെങ്കിൽ, ഹുഡിനെയൊക്കെ ഓടാനെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ. ഇപ്പോൾ നിങ്ങളിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ലോട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സിസ്റ്റത്തിനെ നോക്കി അതിൻ്റെ കോൺഫിഗറേഷൻ അനുസൃതമായിട്ട് വാങ്ങിക്കുക. പിന്നെ മദർ ബോർഡിൻ്റെ കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. സെക്കൻഡ് ഹാൻഡ് സിസ്റ്റം മാക്സിമം വാങ്ങിക്കാതിരിക്കുക. അത് വേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും പൈസ മുടക്കുന്നതിന് നമ്മൾ ഒരു നല്ല രീതിയിലുള്ള സിസ്റ്റം കോൺഫിഗറേഷനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമുക്ക് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും.